നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലബ്ബ് വേൾഡ് കപ്പ് ഇങ്ങ് അടുത്ത് വരികയാണ്. അടുത്ത ജൂൺ മാസത്തിൽ USA വെച്ചിട്ട് ക്ലബ്ബ് വേൾഡ് കപ്പ് 32 ടീമുകളുള്ള ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പിന് ഹോസ്റ്റ് നേഷനിൽ നിന്നുള്ള രാജ്യം എന്ന നിലയ്ക്ക് ക്ലബ്ബ് എന്ന നിലയ്ക്ക് ഹോസ്റ്റ് നേഷനിൽ നിന്നുള്ള ക്ലബ്ബ് എന്ന നിലയ്ക്ക് ഇൻ്റർ മയാമി യോഗ്യത നേടിയിട്ടുണ്ടല്ലോ. സോ ഇൻ്റർ മയാമിയുടെ ക്ലബ്ബ് വേൾഡ് കപ്പ് പാർട്ടിസിപ്പേഷനെ കുറിച്ച് അവരുടെ സൂപ്പർ താരം, ഇതിഹാസ താരം ലിയോ മെസ്സി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആപ്പിൾ മ്യൂസിക്കിന് അദ്ദേഹം കൂടുതൽ അഭിമുഖത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് ക്ലബ്ബ് വേൾഡ് കപ്പിൽ കോമ്പീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു, ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ആ ടൂർണമെൻറ്റിൽ കളിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എബവ് ഓൾ ഫസ്റ്റ് ക്ലബ്ബ് വേൾഡ് കപ്പാണ്, ഈ രൂപത്തിലുള്ള ഫസ്റ്റ് ക്ലബ്ബ് വേൾഡ് കപ്പാണ്. അത് നടക്കാൻ പോകുന്നതാവട്ടെ USA വെച്ചിട്ടുമാണ്. സോ MLS നിന്ന് 2 ടീമുകളുമുണ്ട്. അത് സംതിങ് വണ്ടർഫുള്ളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം MLS ഇവിടെ സോക്കർ വളർത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് വരുന്നത്. ഒരു ലീഗ് എന്ന നിലയിൽ MLS വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്ലെയേഴ്സിനും ഇത് തീർച്ചയായിട്ടും വളരാനുള്ള അവസരമാണ്. ഞാൻ വിചാരിക്കുന്നത് സോക്കർ എന്ന് പറയുന്നത് അമേരിക്കയിൽ അവർ കണ്ട് പരിചയിച്ചിട്ടുള്ള മറ്റ് സ്പോർട്സുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ അത് വളരാനുള്ള സാഹചര്യം ഒരുക്കുകയും വേണം. MLS ഇവിടെ മെച്ചുവേർഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ക്ലബ്ബ് വേൾഡ് കപ്പിലെ പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ലിയോ മെസ്സി പറയുന്നത്. എന്തായാലും ഇൻ്റർ മയാമി കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അവരുടെ ടീമിൻ്റെ പെർഫോമൻസ് നമ്മളിപ്പോൾ ഈ സീസണിൻ്റെ തുടക്കത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. എന്നാലും ക്ലബ്ബ് വേൾഡ് കപ്പിൽ എത്ര ദൂരം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.